ഞാൻ സംഗമേശ്വരൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫാർമ സെയിൽസാണ്. സാറ് പറഞ്ഞ പോലെ ട്രാൻസാക്ഷണൽ അനാലിസിസിനെ കുറിച്ച് സൈക്കോളജിക്കലി യു ടോൾ മീ. ഇന്ന് നമുക്ക് സൈക്കോളജിക്കലി ആണ് വി ഹാവ് ടു വിൻ ദ പീപ്പിൾ. അപ്പോൾ അതിന് നമ്മളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സിൽ നമുക്ക് യു നോ ദാറ്റ് നമുക്ക് ഇൻ്റലക്ച്വൽ ഇൻ്റലിജൻസ് ആണ് നിറയെ പേർക്ക് വരുന്നത്. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത ലെവലിലാണ് എമോഷണൽ ഇൻ്റലിജൻസ്. എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത ലെവലാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. ഐ തിങ്ക് ദി സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഈസ് കമ്മിങ് അപ്പ് ഇൻ എ ബിഗ് വേ. അപ്പോൾ ഈ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എമോഷണൽ ഇൻ്റലിജൻസിനെക്കാട്ടിലും മേലെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് വേണം നമുക്ക് ടു വിൻ ദി യങ് പീപ്പിൾ. അനദർ തിങ് ഈസ് നമ്മളുടെ കുറേയൊക്കെ പഠിച്ചു പോകുമ്പോൾ, വലിയ വലിയ ടെക്നോളജിയൊക്കെ പഠിച്ചവർ പോകുമ്പോൾ ദേ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് അസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവരോട് പറയാവുന്ന ചെറിയ കാര്യം, ടാവോസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ക്വാണ്ടം ഫിസിക്സ്, ടാവോസ് ഫിസിക്സ് ഫസ്റ്റ് ബുക്കും ഒന്ന് രണ്ടാമത്തെ ബുക്കും വന്നു കഴിഞ്ഞു. ഇന്ന് പറയുന്ന ക്വാണ്ടം ഫിസിക്സ്, ആ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഫസ്റ്റ് എഡിഷൻ, ഐ ഹോപ്പ് യു നോ ഇറ്റ്, നടരാജൻ്റെ ഒരു പടമാണ്. ഹൗ ദാറ്റ് മാൻ ഹാഡ് ദാറ്റ് ഇൻ്റലിജൻസ് ടു പുട്ട് ദി നടരാജ ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ ഇന്ന് ഇൻ്റലക്ച്വൽസ് നമുക്ക് പറയുമ്പോൾ ഇത് മാത്രം ലെവലിൽ പോകാൻ പാടില്ല, നമുക്കത് പോകണം. അതേപോലെ തന്നെ ഇപ്പോൾ നൗ ഹീസ് എ ഡോക്ടർ. നമുക്ക് കുറച്ച് ഹയർ ലെവലിൽ നോക്കുമ്പോൾ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത് വൈദ്യുതിയിലാണ്. സൈനോ ആർട്ടറിയൽ നോഡ്, സൈനോ വെൻട്രിക്കുലർ നോഡ്, ബണ്ടിൽ ഓഫ് ഹീസ്, പർക്കിഞ്ചി ഫൈബേഴ്സ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ സൂക്തത്തിൽ ദ്യുദ്യുല്ലേഖേവ ഭാസ്വര, വൈദ്യുതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നീവാര ശൂകവത്തന്നി പീതാഭാസ്യത്യു എന്ന് നോക്കുമ്പോൾ ബണ്ടിൽ ഓഫ് ഹീസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്. ഐ വാസ് സർപ്രൈസ്. ഞാൻ ഫാർമ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇതാണ് ആദ്യം പഠിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ദ്യുദ്യുലേഖ നീവാര ശൂകവത്തുനി തസ്യ ശിഖായ മധ്യ പരമ എന്ന് പറയുമ്പോൾ നമ്മൾ അനാട്ടമി ബുക്ക് എടുത്ത് വെച്ചിട്ട് ബണ്ടിൽ ഓഫ് ഹീസ് പർക്കിഞ്ചി, അതേ കോശസന്നിമം തസ്യാന്തേ സുഷിരക്കും സൂക്ഷ്മം തസ്മിൻ സർവം പ്രതിഷ്ഠിതം എന്ന് പറയുന്ന വാക്ക് ഹൈലി മോട്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റലക്ച്വലി വി ഹാവ് ടു capture this intelligence. Once you capture one intelligent people, so many people can embrace us. This is what I feel. I do not know whether I am right. Hari Om. Hari Om. എന്തായാലും മനോഹരമായൊരു ഉത്തരമാണ് സാറിന് കിട്ടിയത്. അതെനിക്ക് തോന്നുന്നു സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഫറിങ്, വേദനയുടെ കാര്യം ശരീരബോധമാണെന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒരു ശരീരബോധത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങൾ വളരെ പരിമിതമാണ്. എനിക്ക് ജന്മം നൽകിയ അച്ഛനമ്മ, എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന സഹോദരങ്ങൾ, ഞാൻ കല്യാണം കഴിച്ച ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ ലോകം ഇത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം അക്യുമുലേഷൻ ചെയ്യുന്നു, ബാക്കിയുള്ളവരെ ഞാൻ എല്ലാം മറക്കുന്നു. അപ്പോൾ ഐക്യു കൂടിയ വ്യക്തികൾ ഈ ഒരു ഇതിൽ പരിമിതപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇക്യൂം പറഞ്ഞ് സ്പിരിച്വൽ കോഷ്യൻ, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ആത്മബോധത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിക്കാണ് ഏറ്റവും മനോഹരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ആത്മബോധം എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ശരീരം മാത്രമല്ല, ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഇതിപ്പോൾ അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമാണ്. ഈ ഡ്രസ്സിന് എന്തായാലും ഒരു കാലാവധി ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിച്ചേ തീരൂ. പക്ഷെ ഞാനിവിടെ തീരുന്നില്ല. ഞാനൊരു എനർജിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമായൊരു എനർജിയാണെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏതാണ്? നമ്മുടെ ഏറ്റവും വലിയൊരു ഭയം, മരണഭയം അവിടെ തീരാണ്. ഞാൻ ആത്മാവാണെന്ന് കരുതുമ്പോൾ എനിക്ക് മരണമില്ല. ഡ്രസ്സുകൾ ഞാൻ മാറുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാതാകുന്നില്ല. ഞാൻ എന്തിനു ഭയക്കണം? ഏറ്റവും മികച്ചൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് മോഡേൺ സയൻസ് ഡോക്ടറായ അദ്ദേഹം തന്നെ പറയും, ഏറ്റവും കൂടുതൽ ആളുകൾ അസുഖത്തിലേക്ക് പോകാനുള്ള കാരണം ഈ ഒരു ഭയമാണ്, മരണഭയം. അപ്പം അതിനെ അതിജീവിക്കാൻ, കൂടാതെ ഒരു പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ ഒരു പ്രപഞ്ചം, ഒരു സൃഷ്ടി, അതിൻ്റെ എല്ലാ ഭാഗമാണ്. നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അറിയാതൊരു ബന്ധം ഞാനും ടീച്ചറും, ഞാനും ഇദ്ദേഹവും തമ്മിൽ വരുന്നുണ്ട്. അതാണ് ആ സാഹോദര്യം. അതിന് ജാതിയുമില്ല, മതവും ഇല്ല. ഈ ഒരു ബോധം എനിക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു ഭാവന വരുന്നുണ്ട്, പുതിയൊരു ഭാവന, സമഭാവന. എൻ്റെ മുന്നിൽ വരുന്ന പൂച്ച ആയിക്കോട്ടെ, എലി ആയിക്കോട്ടെ, അതിനൊന്നും ഉപദ്രവിക്കാൻ നമുക്ക് തോന്നില്ല.
നല്ലൊരു ഭാവത്തോടെ സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് ആധുനിക ലോകം ഇതേ കാര്യങ്ങൾ തന്നെ കുപ്പികൾ മാറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നു, പഴയതൊക്കെ നമ്മൾ മറക്കുന്നു. ഇതൊരു പുതിയ അറിവായിട്ട് നമ്മൾ അതിനും വെച്ചിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോധത്തിലേക്ക് ഉയരാൻ നമ്മളും കുട്ടികളൊക്കെ ആ ഒരു രീതിയിൽ തുടക്കം മുതലേ ഒരു ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് സഹായിക്കും. തീർച്ചയായിട്ടും നാമജപവും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും തോന്നും. അങ്ങനെ പോകുന്നൊരു വ്യക്തികൾക്ക് സഹജീവികളെ വേദനിപ്പിക്കാനോ, ഒരാൾ വേദനിച്ച് കിടക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ ടീച്ചർ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻറ്റോ, എൻ്റെ സുഖം അപരന് ദുഃഖം നൽകിയിട്ട് സുഖിക്കാൻ ഒരിക്കലും തോന്നില്ല. ടീച്ചർ പറഞ്ഞത് വളരെ പ്രാക്ടിക്കലായ ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിനൊരു മറുചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും 100% മനസ്സിൻ്റെ ഉള്ളുകൊണ്ട് ആരെങ്കിലും മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും തീർക്കാൻ അവരെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ കുറച്ച് വഴക്ക് പറഞ്ഞ് അത് നമ്മുടെ ഒരു പാറ്റേൺ ആയിട്ട്, അത് നമ്മുടെ ഒരു മെമ്മറി ആയിട്ട്, അതൊരു ആനന്ദമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അത് വലിയൊരു ചോദ്യമാണ്. ഞാനത് ഒരു 10 കൊല്ലം എൻ്റെ ഭാര്യയെ ഉപദേശിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ഞാൻ ഉപദേശിക്കുന്നത് ആ വ്യക്തി മാറാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ഉള്ളിലൊരു ഇല്ലായ്മ, ഒരു വാക്വം, അത് ഈ ഉപദേശം കൊടുക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. എൻ്റെ കുട്ടി ഒരു ഗ്ലാസ് മറിച്ചിട്ട് കഴിഞ്ഞാൽ അവനെ ഞാൻ തിരുത്തുമ്പോൾ അവനെ തിരുത്താനല്ല ഞാൻ വഴക്ക് പറയുന്നത്. എൻ്റെ ഉള്ളിലൊരു ഇല്ലായ്മ, ആ ഒരു സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നേരത്തെ രാഹുൽജി പറഞ്ഞിരുന്നു, ഏറ്റവും ഈസിയാണ് അവനൊരടി കൊടുക്കാം, അവനെ വഴക്ക് പറയാൻ പണിഷ്മെൻറ്റ് കൊടുക്കാം. രണ്ടാമതാണ് ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് അവരെ ഉപദേശം കൊടുക്കാം. വേദനിക്കുന്ന ഒരു വ്യക്തി, തെറ്റ് ചെയ്തൊരു വ്യക്തി ഉപദേശം സ്വീകരിക്കാൻ ചാൻസ് ഉണ്ടോ? ആ അവസ്ഥയിൽ ഐ ആം റോങ്, ഞാൻ തെറ്റുകാരനായെന്നുള്ള ഒരാളെന്നെ ഉപദേശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാതെ വരുന്ന ചിന്തയാണ് ഞാൻ തെറ്റ് ചെയ്തു. ഞാനിപ്പോൾ മാമിന് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇൻഡയറക്റ്റ്ലി പറയുന്നത് നിങ്ങൾ തെറ്റുകാരിയാണെന്നാണ്. ആരെങ്കിലും അത് സ്വീകരിക്കുമോ? അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് അവരെ വെറുതെ വിടുക, കുറച്ച് ശാന്തമായിട്ട് അവരെ മാത്രം. അത് വേണമെങ്കിൽ ആ മൂന്നാമത്തെ ഭാവത്തിലേക്ക് എനിക്ക് കടക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ കുറച്ച് പ്രാപ്തി വേണം. അത് കഴിഞ്ഞ് അവരോട് ഒറ്റയ്ക്ക് നീ ചെയ്തത് എന്തുകൊണ്ടാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്തത് ശരിയാണോ, നീ തന്നെ പറയുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് ഞെട്ടും. കാരണം ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് മുന്നിലിരിക്കുന്ന വ്യക്തി മനസ്സിലാക്കിയിരുന്നു, എന്നിട്ടും എന്നെ ഉപദേശിച്ചിട്ടില്ല, പണിഷ്മെൻ്റ് തന്നിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നോടത് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ മാറ്റത്തിന് കാരണമാകാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുന്നിലിരിക്കുന്ന വ്യക്തി എന്നുള്ളൊരു ബോധം വരും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളിലൊരു വിശ്വാസം വരും. പതുക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാനും മാറാനും ഒരു അവസരം അവിടെ വരും. അപ്പം അതിന് നമ്മളൊന്ന് പ്രാപ്തി കൂട്ടണം. അല്ലാതെ ഭാര്യയും കുട്ടികളും ചെയ്യുന്ന തെറ്റിന് ഇന്ന് മുതലൊന്ന് മാറി ചിന്തിക്കാം. ഞാൻ സ്വന്തം അനുഭവത്തിനാണ് പറയുന്നത്. ഞാനൊന്ന് മാറി നടക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഉപദേശവും വഴക്കും നമ്മുടെ സുഖത്തിനാവാതെ മൂന്നാമത്തെ ഒരു ഓപ്ഷനും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് സ്പിരിച്വൽ കോൺഷ്യൻറ്റിലാണ് വരിക. എല്ലാവരും ഈ പ്രപഞ്ചത്തിലെ യാത്രക്കാരാണ്. കുട്ടിയാണെന്നുകൊണ്ട് അവൻ മോശക്കാരനൊന്നുമല്ല. കുറച്ച് നേരം വൈകിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഒരുപാട് യാത്രക്കാർ വരും. ചിലർ പട്ടാമ്പിയിൽ നിന്ന് കയറും, ചിലർ കോഴിക്കോട് നിന്ന് കയറും. എല്ലാവരും ഒരേ ട്രെയിനിലെ യാത്രക്കാരാണ്. ഏറ്റവും സൗമ്യമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമാശകളും സഹായവും നൽകിയിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു ജീവിതം സൃഷ്ടിക്കാനും പറ്റും. എന്തായാലും സന്തോഷം സാർ, താങ്ക് യു.